ദേ ഈ ഒരു കേക്ക് ഞാൻ ഉണ്ടാക്കിയതാന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? എന്നാൽ വിശ്വസിക്കണം. അതിനാകെയുള്ളൊരു പ്രൂഫ് ഇതാണ്. ഞാൻ ഈ മെസ്സിനും റൊണാൾഡോനും ഇതിൽ പ്ലേസ് ചെയ്തത്. ഭയങ്കര പ്രൊഫഷണലായിട്ട് കേക്ക് ഉണ്ടാക്കാൻ അറിയാൻ പാടില്ലെങ്കിലും എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാനത് ചെയ്തിട്ടുണ്ട്. അതിൽ തന്നെ നമുക്ക് കുറച്ച് ഇംപെർഫെക്ഷൻസ് ഒക്കെ കാണാൻ പറ്റും. കുട്ടിയുടെ പേര് പോലും ഞാൻ ആ കേക്കിൽ എഴുതാനായിട്ട് എനിക്ക് സമയം കിട്ടിയില്ല. ഒന്നാമത്തെ കാര്യം നമ്മളെല്ലാം ഇത് ഒറ്റയ്ക്ക് ചെയ്യുന്നത് കൊണ്ട് തന്നെ എനിക്ക് ഒന്നിനും സമയം ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഈ ഡെക്കറേഷൻസ് ആണെങ്കിൽ പോലും നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ആൾക്കാരാണ് ഈ കാണുന്നത്. ഇതെൻ്റെ ഒരു ആൻറ്റിയാണ്. ഇതിന് മുന്നേ കണ്ടത് എൻ്റെ ഒരു അനിയൻ്റെ വൈഫായിരുന്നു. അപ്പം ഇവരെല്ലാവരും കൂടെ ആണ് നമുക്ക് ഒരു കൂട്ടായ രീതിയിൽ ചെയ്തിട്ടാണ് നമ്മുടെ ബർത്ത്ഡേ ഒക്കെ അടിപൊളിയാക്കിയത്. ഞാൻ ആഗ്രഹിച്ച പോലെ അവന് ഗിഫ്റ്റും ഫുട്ബോളിൻ്റെ കേക്കും ഒക്കെ കിട്ടിയപ്പോഴേക്കും ആൾ ഹാപ്പിയായി. ഇപ്പം ചേട്ടനാണ് ഏറ്റവും കൂടുതൽ എക്സൈറ്റ്മെൻ്റ് ആയിട്ട് നമുക്ക് ഈ വീഡിയോയിൽ കാണാൻ പറ്റുന്നത് ബർത്ത്ഡേ ബോയിനേക്കാളും. പക്ഷേ ഇതൊന്നുമല്ല ടാസ്ക്. ഇനി ജൂലൈയിൽ നമുക്ക് അടുത്ത ബർത്ത്ഡേ വരുന്നുണ്ട്. നമ്മുടെ മൂത്ത പുത്രൻ്റെയാണ് അടുത്ത ബർത്ത്ഡേ. അപ്പോൾ അവൻ എന്തായാലും പറഞ്ഞിട്ടുണ്ട്, അമ്മ ഇതിനേലും അടിപൊളിയാക്കണം എന്നാണ് എനിക്കൊരു ഓർഡർ തന്നിട്ടുള്ളത്. കാറ് കൈ കിട്ടിയപ്പോഴേക്കും ആൾ ഷർട്ടൊക്കെ ഊരി നമ്മുടെ കയ്യിലേക്ക് തന്നിട്ടുണ്ടായിരുന്നു. പുതിയ വീട് വെച്ചതിന് ശേഷമുള്ള ഫസ്റ്റ് ബർത്ത്ഡേ സെലിബ്രേഷൻ ആയിരുന്നു ഇത്. അപ്പോൾ എല്ലാവരും അങ്ങനെ ഹാപ്പിയായി അടിപൊളിയാക്കി.